എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ നോ ഇത് ബൈബിൾ എന്ന എപ്പിസോഡിൽ ഇത് നമ്മൾ സംസാരിക്കുവാനായിട്ട് പോകുന്നത് നാഹൂമിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ബുക്ക് ഓഫ് നാഹൂം. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം ഈ നാഹൂം എന്ന് പറയുന്ന പ്രവാചകൻ്റെ പുസ്തകത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അതിനകത്ത് 3 അധ്യായങ്ങളാണുള്ളത്. അതിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത് ഈ നാഹൂം എന്ന് പറയുന്ന പ്രവാചകൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ആർക്ക് വിരോധമായിട്ടാണ് ഇത് ഇവിടെ പ്രവചിച്ചിരിക്കുന്നത്? നിനവേയ്ക്ക് വിരോധമായിട്ടാണ് ഇവിടെ പ്രവചിച്ചിരിക്കുന്നത്. അപ്പോൾ നിനവയെ നമ്മൾ മുൻപേ പരിചയപ്പെട്ടിട്ടുണ്ട്. എവിടെയാണ്? യോനായുടെ പുസ്തകത്തിനകത്ത് അല്ലേ? യോനായുടെ പുസ്തകത്തിനകത്ത് നിനവയെക്കുറിച്ച് ദൈവം യോനായെ നിർബന്ധിച്ച് അങ്ങോട്ട് അയക്കുകയും അല്ലേ, അവരുടെ നാശത്തെക്കുറിച്ച് അവരോട് പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അന്നത്തെ ആ രാജാവും ജനങ്ങളും എന്താ ചെയ്തത്? യോനാ പ്രവാചകന്റെ വാക്ക് കേട്ട് അവർ ദൈവസന്നിധിയിൽ താഴുവാനും അവർ രട്ടുടുത്ത് അവരുടെ എല്ലാ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ദൈവത്തിൻ്റെ പ്രവാചകൻ പറഞ്ഞ വാക്കിനോട് അവർ പ്രതികരിക്കുവാനായിട്ട്, പോസിറ്റീവായിട്ട് പ്രതികരിക്കുവാനായിട്ട് ഇടയായി എന്ന് നമ്മൾ ആ ഒരു പുസ്തകത്തിനകത്ത് നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ അവർക്ക് വരുവാൻ പോകുന്ന വലിയ വിപത്തിനെ അവരെന്താ ചെയ്തത്? ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മതപനം ചെയ്ത് അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ ഒരു ദുരിതം അല്ലെങ്കിൽ ആ ഒരു ദുരന്തം അവരെ വിട്ടുമാറുവാനായിട്ടിടയായി. എന്നാൽ പിന്നീട് അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവരെ ദൈവം വിടുവിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? അവർ ശക്തി പ്രാപിച്ചു. അപ്പോൾ അസീറിയയുടെ ക്യാപിറ്റലാണ് എന്ത്? ഈ നിനവ എന്ന് പറയുന്നത്. അപ്പോൾ അസീറിയ ആരാന്ന് നമ്മൾക്കറിയാം. ഇസ്രയേലിനെ പിടിച്ചുകൊണ്ട് പോയതാണ് അല്ലേ? ഇസ്രയേലിനെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതാണ് ആരും? അസീറിയക്കാർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്യാപിറ്റലാണ് നിനവ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നിനവെ എന്താണ്? നിനവെ ആദ്യം ദൈവത്തിന് കീഴടങ്ങി, അതിനുശേഷം ദൈവത്തെ തന്നെ തുച്ഛീകരിച്ച് കളഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്തത്? അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ക്ഷുദ്രപ്രയോഗങ്ങൾ നടത്തുകയും അങ്ങനെ അവർ ചെയ്യാത്ത തിന്മകളൊന്നുമില്ല, വളരെ തിന്മകൾ ദൈവത്തിന് വിരോധമായി ചെയ്യുകയും അതുമാത്രമല്ല അവർക്ക് ഒരുപാട് സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അസീറിയയുടെ ക്യാപിറ്റലാണ് നിനവെ. അപ്പോൾ എന്താണ്? അത് നല്ല ഒത്തിരി ഫലഭൂഷ്ടമായ ഒരു ഇടമാണ്. എന്ന് വെച്ചാൽ അവർ ഫിസിക്കലി നന്നായിട്ട് അവർ വളർന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവരുടെ സമ്പത്തും അവരുടെ എല്ലാം കച്ചവടങ്ങളും എല്ലാം വളർന്നു കഴിഞ്ഞപ്പോൾ അവർ നല്ല പൊസിഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവർ ഈ ദൈവത്തെ പാടെ അങ്ങ് മറന്നു അല്ലേ? ദൈവത്തിനോട് അവർക്ക് പുച്ഛമായി പോയി. അതായത് അവരെ വിടുവിച്ച, അവരെ രക്ഷിച്ച, ഒരിക്കൽ അവരെ ആ ഒരു മഹാവിപത്തിൽ നിന്ന് വിടുവിച്ച ആ ഒരു ദൈവത്തെ അവർക്ക് എന്തായി തോന്നി? ആ ദൈവത്തെ അവർക്ക് പുച്ഛമായി തോന്നി. അവർ പിന്നെ എന്താണ്? ഒരു മടങ്ങി വരവിനുള്ള ചാൻസ് അവരുടെ കയ്യിലില്ല. എങ്കിൽ പോലും ഇവിടെ പ്രവാചകൻ പറഞ്ഞു വെക്കുകയാണ്, ദൈവം പെട്ടെന്ന് ശിക്ഷിക്കുന്ന ദൈവമല്ല, ദൈവം പെട്ടെന്ന് കോപിക്കുന്ന ദൈവമല്ല, ദൈവം കരുണ കാണിക്കുന്ന ദൈവമാണ് എന്ന് വീണ്ടും പറയുകയാണ്. പക്ഷേ അതൊന്ന് ഉൾക്കൊള്ളുവാൻ ഇപ്പോഴത്തെ നിലവ് എന്തല്ല, അവർ തയ്യാറല്ല. അതുകൊണ്ട് അവരെ തകർത്ത് കളയുക എന്നുള്ളതല്ലാതെ മറ്റൊരു പോംവഴിയില്ല. ഇനി അടുത്തത് എന്താണ്? ദൈവത്തിൻ്റെ ജനത്തെ അവർ വല്ലാതെ അട്ടിമത്തത്തിൽ വെച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ ജനത്തെ അവർ വല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദൈവം എന്താ ചെയ്തിരിക്കുന്നത്? ദൈവത്തിൻ്റെ ജനത്തെ പീഡിപ്പിച്ചിരിക്കുന്ന ആ ജാതിയെ ദൈവം എന്താ ചെയ്തിരിക്കുന്നത്? നശിപ്പിച്ചു കളയുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെ നശിപ്പിച്ചു കളഞ്ഞുവെന്ന് പിന്നീട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ അവരെ നശിപ്പിച്ചു കളയുമെന്നുള്ള ഒന്നും കൂടെ അവർക്കൊരു വാണിംഗ് പ്രവാചകനിലൂടെ ദൈവം കൊടുക്കുകയാണ്. പക്ഷേ ആ പ്രവാചകന്റെ വാക്കൊന്നും അവർ കേൾക്കുവാനായിട്ടിടയായില്ല. ഓർക്കണമേ, ഇവിടെ ദൈവം അവർക്ക് ഒരു പ്രാവശ്യം കരുണ കാണിച്ചു അല്ലേ? ദൈവം കരുണ കാണിക്കുവാനുള്ള കാരണം എന്താ? അവർ ദൈവത്തിന്റെ പ്രവാചകനോട് അവർ പോസിറ്റീവായിട്ട് പ്രതികരിക്കുവാനായിട്ടിടയായി. അവരുടെ പാപങ്ങളെയും അവരുടെ തിന്മ പ്രവർത്തികളെയും കുറിച്ചൊക്കെ ദൈവം അവർക്ക് ബോധം വരുത്തിയപ്പോൾ അവർ അത് എടുത്തു കളഞ്ഞിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ താഴുവാൻ അവർ തയ്യാറായപ്പോൾ ദൈവം അവരെ രക്ഷിച്ചു. എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം അവർ അതിലപ്പുറം വഷളത്തം കാണിക്കുകയും ദൈവത്തിൻ്റെ ജനത്തെ പീഡിപ്പിക്കുകയും ദൈവത്തിൻ്റെ ജനത്തെ അടിമകളാക്കി അവരെ വെച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അവിടെയും ദൈവം അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് നാഹൂം എന്ന് പറയുന്ന പ്രവാചകനിലൂടെ. പക്ഷേ അവരത് കേൾക്കുവാനായിട്ട് തയ്യാറല്ല. പകരം അവർ ഈ പ്രവചനം പറഞ്ഞ ആ ഒരു ദൈവത്തെ തന്നെ അവർ തുച്ഛീകരിക്കുവാനായിട്ടിടയായി. ആ ദൈവത്തെ അവർ പരിഹസിക്കുവാനായിട്ടിടയായി. ആ ദൈവത്തിന് യാതൊരു വാല്യം അവർ കൊടുക്കുന്നില്ല എന്ന് അവരുടെ പിന്നീടുള്ള പ്രവർത്തനങ്ങളിലൂടെ അവരത് സ്ഥിരപ്പെടുത്തുവാനായിട്ടിടയായി. എന്നാൽ ദൈവം അവരെ നശിപ്പിച്ചു കളയുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നിട്ടും കൂടെ രണ്ടാമത്തെ അധ്യായത്തിൽ, നാഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിനകത്തോട്ടും വീണ്ടും ദൈവം അവർക്ക് വാണിംഗ് കൊടുക്കുകയാണ്.
സംഹാരകൻ നിനക്കെതിരെ വരുന്നു, കോട്ട കാത്തുകൊള്ളുക എന്നൊക്കെ അവരോട് പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഞാൻ ഇസ്രയേലിൻ്റെ മഹത്വം പോലെ തന്നെ യഹൂദയുടെ മഹത്വവും ആക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ യഹൂദയും ഇസ്രയേലിനെയും ഒക്കെ എങ്ങോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്? അവരൊക്കെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയായിരുന്നു. അവരെ ദൈവം എന്താ ചെയ്യും? അവരെ ദൈവം മടക്കി വരുത്തി അവർക്ക് ദൈവത്തിൻ്റെ ആ ഒരു പഴയ മഹത്വം, അവർക്ക് നഷ്ടപ്പെട്ടു പോയ മഹത്വമുണ്ടല്ലോ, അത് ദൈവം മടക്കി കൊടുക്കും. അതായത് പഴയ ഇസ്രയേലിൻ്റെ ഒരു മഹത്വമുണ്ടല്ലോ, അത് ദൈവം മടക്കി കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആ ഒരു മഹത്വം ദൈവത്തിൻ്റെ ജനത്തിന് മടക്കി കൊടുക്കുന്നതിന് മുൻപേ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ ജനത്തെ പീഡിപ്പിച്ചിരിക്കുന്ന ആ ജാതിയെ ദൈവം നശിപ്പിച്ചു കളയുമെന്ന് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഒന്നാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോഴാണ് അവിടെ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം കിടക്കുന്നത്. എന്താ വാഗ്ദത്തം കിടക്കുന്നത്? അത് ആരോടുള്ളതാ? ദൈവത്തിൻ്റെ ജനത്തോടുള്ള വാഗ്ദത്തമാണ് കിടക്കുന്നത്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇപ്പോഴോ ഞാൻ അവൻ്റെ മുഖം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയുകയും നിന്റെ ബന്ധനങ്ങളെ അറുത്ത് കളയുകയും ചെയ്യുമെന്ന് ആരോടാ പറഞ്ഞിരിക്കുന്നത്? ഇത് ദൈവത്തിൻ്റെ ജനത്തോടാണ് പറഞ്ഞിരിക്കുന്നത്. യഹൂദയോടും ഇസ്രയേലിനോടുമുള്ള വാഗ്ദത്തമാണ്. ഇസ്രയേൽ ജനത്തിനോടുള്ള അല്ലെങ്കിൽ യഹൂദയോടുള്ള വാഗ്ദത്തമാണ്. ദൈവത്തിൻ്റെ മക്കളോടുള്ള വാഗ്ദത്തമാണ്. ഞാൻ അവൻ്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നും ഒടിച്ചു കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ ബന്ധനങ്ങളെ ഞാൻ അറുത്ത് കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തിനാ ദൈവം അങ്ങനെ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ ജനത്തെ പീഡിപ്പിച്ചിരിക്കുന്ന ആ ഒരു ജാതിയെ നശിപ്പിച്ചിട്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ഇവരുടെ മേലുള്ള ഒരു നുകം എന്ന് പറഞ്ഞാൽ യോക്ക് അല്ലേ? നമ്മൾ ഇതിന് മുൻപേ ഒക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നുകം എന്ന് പറയുന്നത് എന്താണ്? അടിമയാണല്ലേ? നമ്മൾക്കറിയാം, ഒരു കാളേനെയൊക്കെ നമ്മൾ എന്താ പറയുക, പഴയ കാലങ്ങളിലൊക്കെ ഉള്ളവർക്ക് അറിയാം അല്ലേ? ഇങ്ങനെ ഈ നമ്മുടെ എന്താ പറയുക, നിലമൊക്കെ ഉഴുതു മറിക്കും അല്ലേ? അന്നേരം ഈ കാളേനെ ഇങ്ങനെ അതിൻ്റെ പുറത്ത് എന്താണ്, അതിൻ്റെ കഴുത്തിൻ്റെ അവിടെ ഒരു യോക്ക്, ഒരു നുകം വെക്കും. എന്തിനാ? അതിനെ കൺട്രോളിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ കൺട്രോളിലാക്കി എന്ന് വെച്ചാൽ അതിൻ്റെ യജമാനൻ അതിനെ മേയ്ക്കുന്ന സ്ഥലത്തൂടെ അത് പോകണം. എന്ന് വെച്ചാൽ അതിന് ഡയറക്ഷൻ കൊടുക്കുന്നിടത്തൂടെ തന്നെ അത് പോകുവാനും അതിൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും? അതിൻ്റെ ഒരു യജമാനൻ്റെ കയ്യിലായിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ കാള ആരായിട്ടാണ് വരുന്നത്? കാള അവിടെ യജമാനൻ്റെ അടിമയായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മളെ ആരെങ്കിലും അടിമകളാക്കിയിട്ടുണ്ട് എങ്കിൽ അവരുടെ ഒരു നുകം നമ്മളുടെ മേലുണ്ടാകും അല്ലേ? എന്ന് പറയുന്നത് പോലെ ഇവിടെ പൈശാചിക അടിമത്തത്തിൽ കിടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പിശാചിൻ്റെ ഒരു നുകം ആ ഒരു വ്യക്തിയുടെ മേലുണ്ടാകും. എന്ന് വെച്ചാൽ പിശാചിൻ്റെ ഒരു കൺട്രോളും ആ വ്യക്തിയുടെ മേലുണ്ടാകും. അപ്പോൾ ഈ പിശാചിൻ്റെ കൺട്രോൾ വേറെ ഇതിനകത്തോട്ട് പോകുന്നു. ഓക്കെ, എന്തായാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. അവിടെ എന്താണ് ഈ പിശാചിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത്? എന്താണ് നുകം എന്ന് പറയുന്നത്? എന്താണ്? നമ്മളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഒരു പിശാച് ഒരു എന്തെങ്കിലും അവനിലൊരു ഹോൾഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ എന്തെങ്കിലും കൺട്രോൾ ചെയ്യുന്നത് നമ്മളിൽ ഉണ്ടാകണം. അവൻ കൺട്രോൾ ചെയ്യാത്ത ഒന്നും നമ്മളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമ്മളെ ബന്ധിക്കുവാൻ ആർക്ക് കഴിയത്തില്ല? പിശാചിന് കഴിയത്തില്ല. ഇനി ഈ പിശാച് എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിൽ കയറിയും നമ്മളുടെ ജീവിതത്തിലും കയറി കളിക്കുന്നത്? എങ്ങനെയാണ്? അവന് ഹോൾഡുള്ള എന്തോ ഒന്ന് നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ ഉണ്ടാകും. അപ്പോഴാണ് ഈ പൈശാചിക മണ്ഡലം എന്ത് ചെയ്യുന്നത്? നമ്മളെ അടിമകളാക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയായിരുന്നു. ഈ എന്താ പറയുക, ഈ ഇസ്രായേൽ മക്കളെ അവരെ അടിമകളാക്കി കൊണ്ടുപോയി അസീറിയൻ അടിമത്തത്തിലേക്ക് അവർ പോയപ്പോൾ ഈ നിനവേ ക്യാപിറ്റലാണല്ലേ? അപ്പോൾ അവിടെ നിന്നാണ് മെയിനായിട്ടും ഇവർക്കെതിരെയുള്ള ദ്രോഹങ്ങൾ വരുന്നത്. അപ്പോൾ ഇവരെ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം ഇവിടെ ഇസ്രായേലിനോട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനത്തിനോട് വാഗ്ദത്തം പറയുകയാണ്, അവരുടെ ആ നുകത്തെ ദൈവം തകർത്ത് കളഞ്ഞിട്ട് അവരുടെ ബന്ധനങ്ങളെ അറുത്ത് കളയുവാനായിട്ട് പോവുക. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ആ ഒരു മണ്ഡലത്തെ, അതായത് ഇവരെ അടിമകളാക്കി വെച്ചിരിക്കുന്ന ആ ജാതികളെ തകർത്ത് ദൈവം ഇവർക്ക് വിടുതൽ കൊടുക്കുവാനായിട്ട് പോവുക. ഇത് നമ്മളോടും ദൈവം പറയുന്ന ഒരു വാഗ്ദത്തമാണ്. എന്താണ്? നമ്മളെ അടിമകളാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്കെതിരെ പോരാടുന്ന പൈശാചിക മണ്ഡലത്തെ തകർത്ത് കളഞ്ഞിട്ട് അവൻ്റെ നുകത്തെ ദൈവം തകർത്ത് കളഞ്ഞിട്ടും ദൈവം നമ്മൾക്ക് വിടുതൽ തരുവാനായിട്ട് പോവുക. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവമേ എനിക്കൊരു വിടുതൽ കാണുന്നില്ലല്ലോ എന്നും നമ്മളിങ്ങനെ ഭാരപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു നുകത്തിൻ്റെ ഭാരം നമ്മളുടെ മേലുണ്ട് എങ്കിൽ ദൈവത്തിനെന്ന് പറയുവാനുള്ളത് ആ ഒരു ശക്തിയെ തകർത്ത് കളഞ്ഞും ആ ഒരു പൈശാചിക നുകത്തെ തകർത്ത് കളഞ്ഞും അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ആ ശക്തിയെ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. നുകമെടുത്ത് മാറ്റുക മാത്രമല്ല ചെയ്യുന്നത്, ആ ഒരു ശക്തിയെ ഇനി ഒരിക്കലും ആ നുകം നമ്മളുടെ മേൽ വരാതെ ഇരിക്കത്തക്കവണ്ണം ആ പൈശാചിക മണ്ഡലത്തെ തകർത്ത് കളഞ്ഞ്
ദൈവം നമ്മൾക്ക് എന്ത് തരുവാനായിട്ട് പോവുക, വിടുതൽ തരുവാനായിട്ട് പോവുകയാണ് എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ഈ ഒരു പുസ്തകത്തിലൂടെ ദൈവം നമ്മൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ ജനത്തിന് എന്തായാലും എന്തുണ്ട്, ഒരു വീണ്ടെടുപ്പുണ്ട്. അവരെ ആരൊക്കെ അടിമകളാക്കി വെച്ചാലും, അവർക്കെതിരെ എന്തൊക്കെ ആയുധങ്ങളുമായിട്ട് ശത്രു അണിനിരന്നാലും, അവരെ കീഴ്പ്പെടുത്തിയെന്ന് ശത്രു എത്രയൊക്കെ വീരവാദം മുഴക്കിയാലും ദൈവത്തിൻ്റെ ജനത്തിനൊരു വീണ്ടെടുപ്പുണ്ട്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം എന്ത് ചെയ്യും, ആ ഒരു നുകത്തെ, ആ ഒരു പൈശാചിക മണ്ഡലത്തെ, അടിമയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ദുഷ്ടശക്തിയെ തകർത്ത് കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം വിടുതൽ കൊടുക്കുമെന്നുള്ള ഒരു ശക്തമായ സന്ദേശമാണ് ഈ പുസ്തകത്തിലൂടെ ദൈവം നമ്മൾക്ക് തരുന്നത്. ഒപ്പം ഇത് നമ്മൾക്കൊരു മറ്റൊരു വാണിംഗും കൂടിയാണ് അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്, ദൈവത്തിൻ്റെ പാതയിൽ നമ്മൾ നടക്കുക. ദൈവം പറയുന്ന വാഗ്ദത്തങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ദൈവം തരുന്ന മുന്നറിയിപ്പുകൾക്കനുസരിച്ച് നമ്മൾ മുൻപോട്ട് ചുവട് വെച്ച് കഴിയുമ്പോൾ ദൈവം നമ്മളെ പരിപാലിച്ച് വഴി നടത്തുന്ന ദൈവം തന്നെയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് വ്യക്തമായിട്ട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു നുഖത്തിൻ്റെ കീഴിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ വിടുതൽ കാണാതെ രോഗത്താലോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലോ ഏതെങ്കിലുമൊക്കെ നീതി നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യങ്ങളിലൂടെയോ കേസ്, വഴക്ക്, വക്കാളം എന്ന് വേണ്ട സകല വിഷയങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ദൈവത്തിന് പറയാനുള്ളത് ആ ശക്തിയെ, അതിൻ്റെ നുഖത്തെ, ആ ശക്തിയെ, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയെ തകർത്ത് കളഞ്ഞിട്ടും അതിൻ്റെ അടിവേര് സഹിതം തകർത്ത് കളഞ്ഞിട്ട് ദൈവം നമ്മൾക്ക് പരിപൂർണമായിട്ടുള്ള ഒരു വിടുതൽ തരുവാനായിട്ട് പോകുക. അപ്പോൾ ഈ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുക. വചനം എന്താണ്? നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോഴോ ഞാൻ അവൻ്റെ നുഖം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയുകയും നിന്റെ ബന്ധനങ്ങളെ അറുത്ത് കളയുകയും ചെയ്യും. നുഖത്തെ ഒടിച്ചു കളഞ്ഞിട്ട് ബന്ധനങ്ങളെ അറുത്ത് കളയുമെന്ന് അപ്പോൾ ഈ ബന്ധനങ്ങളെ അറുത്ത് കളയുക മാത്രമല്ല, അതിന് പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയെ ദൈവം എന്നേക്കുമായിട്ട് തകർത്ത് കളയും. അതിനെ ഒരിക്കലും നമ്മളെ അടിമകളാക്കി നമ്മളുടെ നേരെ വരാത്ത വണ്ണം അതിനെ എന്നേക്കുമായിട്ട് തകർത്ത് കളഞ്ഞിട്ട് ദൈവം നമ്മൾക്ക് വിടുതൽ തരുവാനായിട്ട് പോവുകയാണ് എന്നും ഈ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ വചനവും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുക. അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല, നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവം നമ്മൾക്ക് വിടുതൽ വെച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മളുടെ വിടുതലിൻ്റെ ദിവസമാക്കി ദൈവം മാറ്റുകയാണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മൾക്ക് കൃപ തരട്ടെ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.